എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കാനുണ്ട്. എൻ്റെ മോനല്ലേ ചെയ്തത്. അപ്പോൾ അടിപൊളി സൂപ്പർ. അതിലത്തെ ഡയലോഗുകളും കഥയും സംവിധാനവും എല്ലാം സൂപ്പറായിട്ടുണ്ട്. കാരണം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു പടം കാണുന്നത്. കാരണം ഇപ്പോൾ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം. എനിക്ക് പിന്നെ പൊക്കി പറയാനൊന്നും അറിയില്ല. തെറ്റായിട്ട് തന്നെ ഞാൻ പറയും. ഇവനോട് ഞാൻ ആദ്യം പറഞ്ഞു നിന്റെ വയറ് കുറച്ചുകൂടി കുറയ്ക്കണത്. അപ്പോൾ പറയാം ഇല്ല അമ്മ അന്നത്തെ വയറില്ല. അടിപൊളിയായിട്ടുണ്ട്. നല്ല അഭിപ്രായം. എല്ലാവരും ഈ പടം കാണണം. കാരണം എന്താ വെച്ചാൽ ഇതിനകത്ത് ഒരു മനുഷ്യന് എന്തെല്ലാം വേണമോ അതെല്ലാം ഉണ്ട്. ഒരു മനുഷ്യനെ നന്നാക്കുന്നതും കേടുവരുത്തുന്നതും എന്താണ് എങ്ങനെയെന്നുള്ളത് അതിനകത്ത് അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ട്. വരച്ച് നമ്മൾ സ്കെച്ച് ഇടുന്നില്ല വീടുകൾക്കൊക്കെ, അതുപോലെ വരച്ച് കാണിച്ചിട്ടുണ്ട്. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ആ ഒരു സംഭവം അയാൾ അത് ചെയ്യുമെന്നുള്ളതും. പിന്നെ അതിന് ഇത്രയും വലിയ തെളിവുകൾ, കാരണം നമ്മൾ ഇതിൻ്റെ തെളിവെടുത്ത് മറ്റേ എന്താ പറയുക മഞ്ചത്തിൽ ശവപ്പെട്ടിയിലാക്കി വെക്കുക എന്നുള്ളതൊക്കെ പറഞ്ഞ് എന്തായാലും അത് എഴുതിയ അദ്ദേഹം ഭയങ്കര തലേക്കല്ലം തന്നെയാണ്. സത്യം. പറഞ്ഞായിരുന്നു എന്നോട്. ആയിക്കോടാ അതിക്ക് ഓർമ്മയില്ലട്ടാ. സത്യമായിട്ട് അസാധ്യ തലേക്കല്ലം തന്നെടാ. അല്ല സത്യം. അല്ല എനിക്ക് ഓർമ്മയില്ലായിരുന്നു. സത്യം പറയാം. പരിചയപ്പെട്ടു കഴിഞ്ഞാൽ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അമ്മ വെച്ചാൽ ആരാന്ന് വെക്കുന്ന ആളാണ് ഞാൻ. ഒരാളെയും മനസ്സിലാക്കില്ല. ഇത് മാത്രം മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അപ്പോൾ അത് ഭയങ്കര തലേക്കല്ലം തന്നെയാണ്. കാരണം അത് ആ തെളിവ് ലാസ്റ്റ് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഒന്നും തിരിച്ച് ചോദിക്കാനോ. സത്യമല്ലേ? നിങ്ങളൊക്കെ കണ്ടവരല്ലേ? ഞാൻ പറയുന്നത് മാത്രം അംഗീകരിക്കേണ്ട സത്യമല്ലേ? ഇതുപോലെ തന്നെ നല്ല കഥകൾ എഴുതാൻ ഇനിയും ഇവർക്കൊക്കെ സാധിക്കട്ടെ. ഇദ്ദേഹത്തിന് ഒരുപാട് എൻ്റെ വക അഭിനന്ദനങ്ങൾ. അത് ഞങ്ങൾ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നോട് പരിചയം. പക്ഷെ ഞാൻ ആലോചിച്ചൊക്കെ ഉണ്ടാക്കണം വീട്ടിൽ ചെന്നിട്ട്. പക്ഷെ എന്തായാലും തീരെ ഒരിക്കലും ഓർക്കാതെ പറഞ്ഞതാട്ടോ ആ എഴുതിയത്. മതിയല്ലോ. അതല്ല സംഭാഷണം അടിപൊളിയല്ലേ സംഭാഷണം പറയുന്നത്. അതിൽ ഏതാ ഇല്ലാത്തത് ഇപ്പോൾ ഒക്കെ പോരട്ടെ. ലാസ്റ്റ് എൻ്റെ മനസ്സിൽ ഞാൻ ഉദ്ദേശിച്ചൊരു സംഭവമായിരുന്നു അത് ഡയറക്ഷൻ ഇത്. കാരണം എന്താ വെച്ചാൽ ഇവരിങ്ങനെ പോരുമ്പോൾ എന്താണെന്ന് നമുക്കറിയാലോ. നമ്മൾ കുറേ നാളായില്ലേ. അപ്പം മറ്റവളെ മനസ്സിൽ ഇങ്ങനെ കാണും എന്നുള്ള പ്രതീക്ഷയല്ല ഉണ്ടായത്. മറ്റവളെ മനസ്സിൽ കാണും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് അടിപൊളി. നല്ല സൂപ്പർ. ഒരു കുറ്റവും പറയാനില്ല. എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയത് ബഹുജനം പല വിധം. എന്തായാലും എല്ലാവരും പടം കണ്ടിട്ട് അഭിപ്രായം പറയണം. ഓക്കെ, താങ്ക് യു. അടിപൊളി. എൻ്റെ പൊന്നുമോനെ അത് തന്നെ ഫസ്റ്റ് തന്നെ അംഗീകാരം സിനിമയിൽ ആ ക്യാരക്ടർക്ക് അംഗീകാരം കിട്ടി. അതിലവൻ ചെയ്ത പ്രവർത്തിക്ക് അംഗീകാരം കിട്ടി. ഇനി അവൻ അംഗീകാരം വാങ്ങിക്കൂട്ടാൻ പോണേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു മോനെ. താങ്ക് യു.